ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपगता माह्यं ददाति सुखशान्तिः। श्रील प्रभुपाद की जय। हरे കൃഷ്ണ. ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ്. രാധാഷ്ടമി, ജന്മാഷ്ടമി, അടുത്തത് രാധാഷ്ടമി. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ജന്മകർമ്മ ക്ഷമേ ദിവ്യം ഏവം യോ വേദി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മം നൈതി മാമേതി സോർജന എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ ജന്മം, കർമ്മം, ക്ഷമേ ദിവ്യം. നമ്മുടെ ജന്മവും നമ്മുടെ പ്രവൃത്തിയും ഒന്നും അത്ര ദിവ്യമായതല്ല, അത് പറഞ്ഞാൽ തന്നെ കൊള്ളില്ല. പക്ഷെ ഭഗവാന്റെ ജന്മവും ഭഗവാന്റെ പ്രവൃത്തിയും അത് ദിവ്യമായതാണ് എന്ന് പറയുന്നത്. അതാരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ ഭൂമിയിൽ തിരിച്ചു വന്ന് ജനിക്കേണ്ട ആവശ്യമില്ല, എവിടെയും ജനിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്നേക്കുമായിട്ട് ഭഗവാന്റെ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോലെ ജീവാത്മാക്കൾ പലതരത്തിലും വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തരും അവരുടെ കർമ്മം അനുസരിച്ച് ഭൗതിക ലോകത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, എന്തിനാ ജനിച്ചു, ഇവിടെ നിന്ന് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോയാൽ പോരെ,
ഭഗവാൻ എനിക്ക് ജീവിച്ച് മതിയായി എന്നെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് മതിയാക്കണം, നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ. ശരിക്കും അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. എവിടെ പോകും എന്നുള്ള കാര്യവും അറിയണം. അപ്പോൾ സ്വർഗത്തിൽ പോകാം, നരകത്തിൽ പോവാം, ഇനി ഒരു സ്ഥലത്തും പോകാം. എവിടെ പോകാം? ഗോലോക വൃന്ദാവനത്ത് പോകാം, ഭഗവാന്റെ അടുത്തും പോകാം. അപ്പോൾ നല്ലത് ചെയ്താൽ ഒരാൾ ഭഗവാന്റെ സ്വർഗത്തിൽ പോകും, ചീത്ത ചെയ്താൽ എവിടെ പോകും? നരകത്തിൽ പോകും. അപ്പോൾ ഗോലോക വൃന്ദാവനത്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ എന്ത് ചെയ്യണം? ഭഗവാനെ സേവനം ചെയ്യണം. ഭഗവാൻ സേവനം ചെയ്താൽ നമുക്ക് എവിടെ പോകാം എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്ത് പോകും. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഓരോ യുഗം തോറും ഞാൻ അവതരിക്കുന്നു. എന്തിനാ അവതരിക്കുന്നത് ഭഗവാൻ? ഓരോ യുഗം തോറും പരിദ്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗം തോറും ഞാൻ അവതരിക്കുന്നു, സാധുക്കളെ സംരക്ഷിക്കാനും ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാനും ഓരോ യുഗം തോറും വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ അവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. ഭഗവാനത്ത് നിന്ന് എന്തിനാ ഭഗവാൻ ഇറങ്ങി വരണം? ഭഗവാൻ അവിടെ ഇരുന്നതിന് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാ വരുന്നു? ഇനി ഒരു അസുരനെ കൊല്ലാനായിട്ട് ഭഗവാൻ ഇവിടെ ഭൂമിയിൽ വന്നു കൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭഗവാൻ സൃഷ്ടി നടത്തിയെന്നത് തന്നെ കർമ്മനാ ദൈവനേത്രേന ജന്തുർ ദേഹോ ഉപപദ്ധ്യത എന്നാണ്. ഓരോരുത്തരുടെയും കർമ്മം അനുസരിച്ച് ഭഗവാൻ കണ്ണുകൊണ്ടുകൊണ്ടാണ് സൃഷ്ടി നടത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടി കണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സംഹാരം ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്, അല്ലേ? ഈസി ആയിട്ട് ഒരാളെ കൊല്ലണം, ഒരു അസുരന്മാരെ കൊല്ലണമെങ്കിൽ ഭഗവാൻ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. എന്നിട്ടും ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ ഇറങ്ങി വരുന്നു. എന്തിനാ ഇറങ്ങി വന്നു വെച്ചാൽ, ഇറങ്ങി വന്നിട്ട് ഈ ഭക്തന്മാരെ നേരിട്ട്, അതായത് ഒരു അപകടം പറ്റിയാൽ വേറൊരാളെ വിട്ട് നമുക്ക് രക്ഷിക്കാം, ഭഗവാനും നേരിട്ട് വരാം. അക്ബർ ഒരിക്കൽ ചോദിക്കും, നിങ്ങളുടെ ദൈവത്തിന് ഇത്ര ശക്തി ഉണ്ടെന്ന് പറയും. ഭഗവാൻ എന്തിനാ ഇങ്ങനെ വന്ന് ഓരോ ഭക്തൻ പ്രഹ്ലാദനെ രക്ഷിക്കാൻ ഭഗവാൻ എന്തിനാ വന്നത്? ആരെങ്കിലും അയച്ചാൽ പോരെ? അപ്പോൾ ബീർബാൽ പറയും, അതിന് കാരണമുണ്ട്, ഞാൻ പറയാം, സമയമാകുമ്പോൾ പറയാം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ യമുനയിൽ ഇങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ കുട്ടിയും മന്ത്രിമാരും എല്ലാം ഉണ്ട്, ഈ ബീർബാലുണ്ട്. രാജാവ് മാത്രം സെപ്പറേറ്റ് ഒരു ബോട്ടിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബീർബാൽ എന്ത് ചെയ്യുവെച്ചാൽ രാജാവിൻ്റെ കുട്ടിയെടുത്ത് പതുക്കെ തള്ളി വെള്ളത്തിനകത്ത് ഇട്ടതുള്ളൂ. രാജാവ് കാണാനാണ് തള്ളിയിട്ടത്. ഉടനെ രാജാവ് എന്താ വെച്ചാൽ ചാടി വെള്ളത്തിനകത്ത് ഇറങ്ങി. കാരണം ഇത്രയും സോൾജേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാൽ ആര് രക്ഷിക്കും? രാജാവിൻ്റെ കുട്ടിയാണ്. തീർച്ചയായും ഈ സൈന്യത്തിലുള്ള ആൾക്കാർ രക്ഷിക്കും. പക്ഷെ രാജാവ് എന്തിനാ ചാടിയത്? സ്വന്തം മകനായതുകൊണ്ട്. അതേപോലെ ഭക്തന്മാർക്ക് പ്രശ്നം വരുമ്പോൾ ഭഗവാൻ സ്വയം വരും, വേറൊരാളയക്കില്ല. അത്രയും ഇഷ്ടമാണ് ഭഗവാൻ. കാരണം ഭഗവാന്റെ മക്കളാണ്, അവർക്ക് അത്രയും ഇഷ്ടമാണ് ഭഗവാൻ, ഭക്തിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഇറങ്ങി വരുന്നത്. ഇനി ഒരു കാര്യം, ഇത് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ച കാര്യം, അല്ലാതെയും റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ എന്തിനു മോഷണം ചെയ്തത്? വെണ്ണ വീട്ടിലില്ലാത്തതുകൊണ്ടാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതാരാണ്? ഭഗവാനാണ്. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാം കൊടുക്കുന്നത് ഭഗവാനാണ്. പിന്നെ കൃഷ്ണൻ എന്തിനാ വെണ്ണ മോഷ്ടിക്കാൻ പോകണം? എന്തിനാ വസ്ത്രം മോഷ്ടിക്കാൻ പോകണം? എന്തിനാ ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം കൃഷ്ണൻ? അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അതെല്ലാം ഭയങ്കര രസമാണ്. കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ആ കഥ കേൾക്കുമ്പോൾ, അല്ലേ? ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചിട്ട് പോയി നമ്മളാരെങ്കിലും മോഷ്ടിച്ച് പോയി അടി കിട്ടും, ആൾക്കാർ ഓട്ടിച്ചിട്ട് തരും. പക്ഷെ കൃഷ്ണൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ലീലയായിട്ട് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ കർമ്മവും പ്രവൃത്തിയും പോലെയല്ല, അതിന് വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് പറയുന്നത്. ആ ഭഗവാൻ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. അതേപോലെ ഭഗവാന്റെ കൂടെ സഖിയായ രാധാറാണി ഭൂമിയിൽ അവതരിച്ചു. പക്ഷെ രാധാറാണിയുടെ അവതാരം കൃഷ്ണനേക്കാളും സ്പെഷ്യലാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വൃന്ദാവനത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്?
എവിടെ പോയാലും മതിലുകളിലും രാധേ 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 എന്ന് എഴുതിയിരിക്കും. ഓട്ടോറിക്ഷയുടെ ബാക്കിൽ രാധേ രാധേ എന്ന് എഴുതിയിരിക്കും. ലോറി, ബസ് എന്ത് കണ്ടാലും രാധേ എഴുതിയിരിക്കും. പശുക്കളുടെ മേലെ രാധേ എന്ന് എഴുതിയിരിക്കും. പറ്റാത്തിന് ആൾക്കാർ നെറ്റിയിൽ, ചെവിടിൽ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കും രാധേ. അപ്പോൾ ആർക്കാ അവിടെ പ്രാധാന്യമുള്ളത്? കൃഷ്ണനാണോ? ആരും കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്നില്ല, രാധേ രാധേ എന്നാണ് പറയുന്നത്. അപ്പോൾ വൃന്ദാവനത്തിൽ രാധയ്ക്കാണ് പ്രാധാന്യമുള്ളത്. ആ രാധ രാധയെന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ ഈസിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ രാധാറാണി അത്രയും കാരുണ്യപൂർവ്വം ഭൂമിയിൽ വന്നിട്ട് രാധ എന്ന് പറയുന്ന ആ നാമം നമുക്ക് തന്നു. ജപിക്കാനുള്ള അർഹതയില്ലാത്ത വ്യക്തിക്ക് പോലും ജപിക്കാനായിട്ട് അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ വൃന്ദാവനത്തിൽ ഒരു ജന്മമെങ്കിലും പോവുക എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മം ചെയ്ത തപസ്സുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ, വൃന്ദാവനത്തിൽ എത്താൻ പറ്റുള്ളൂ. അത് പറയുന്നുണ്ട് ഗോസ്വാമി, രൂപഗോസ്വാമി. മധുര എന്ന് പറയുന്നത് കൃഷ്ണൻ ജനിച്ച സ്ഥലം. ഈ മധുരയിൽ പോവുക എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മം തപസ് ചെയ്താൽ മാത്രമേ മധുരയിൽ കാല് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മധുരയുടെ അടുത്ത് വൃന്ദാവനം, ഗോകുലത്തിലൊക്കെ ഒരു ജീവാത്മാവ് പോകുമെങ്കിൽ ഇവർ അതിനേക്കാളും ഭാഗ്യം ചെയ്തു. അതിലും ഗോവർദ്ധന പർവ്വതത്തിന് ആരാണോ പ്രദക്ഷിണം ചെയ്തു വെച്ചിട്ട് വരുന്നത് അവർ അതിനേക്കാളും ഭാഗ്യം ചെയ്തവർ. അതിലും രാധാകുണ്ഡം, ശ്യാമകുണ്ഡത്തിൽ ആരാണോ പോകുന്നത്, ആ രണ്ട് കുളം, രാധ കുളിച്ച കുളവും കൃഷ്ണൻ കുളിച്ച കുളവും, അതിലാരാണോ പോകുന്നത്, അതിലാരാണോ സ്നാനം ചെയ്യുന്നത്, അവരുടെ ജീവിതം പെർഫെക്റ്റായി. അവർ തിരിച്ച് ആ ജന്മം തന്നെ എവിടെ പോകും? ഗോലോകവൃന്ദാവൻ പോകും. ഇതാണ് ശാസ്ത്രം. അപ്പം മനുഷ്യജന്മം എടുത്താൽ അത് എപ്പോൾ പൂർത്തിയാകുമെന്ന് ചോദിച്ചാൽ രാധാകുണ്ഡ ശ്യാമകുണ്ഡത്തിൽ ദർശനമെടുക്കണം. സാധാരണഗതിയിൽ രാധാകുണ്ഡത്തിൽ പോയി എല്ലാവരും കുളിക്കാറില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാധാകുണ്ഡത്തിൽ ഇറങ്ങി നിന്നിട്ട് അയ്യേ ഈ വെള്ളം ഇങ്ങനെയാണോ എന്ന് വിചാരിക്കുക, ഇയാളൊക്കെ കുളിക്കുന്നു എന്ന് ആരെങ്കിലും വിചാരിച്ച് പോയാൽ തീർന്നു, ഉള്ള ഭാവം കൂടെ കിട്ടും. ഇനി അതിലിറങ്ങിയിട്ട് കൃഷ്ണപ്രേമം മാത്രം കിട്ടണം, കൃഷ്ണ എൻ്റെ ജന്മം എന്താണ് പുണ്യമായി എന്നാണ് വിചാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞിട്ട് രാധാകുണ്ഡത്തിൽ കുളിച്ചാൽ അതേപോലെ വൈകുണ്ഠം ശിവർ. പക്ഷെ നമ്മുടെ ബുദ്ധി എങ്ങനെ പോവും? ഇത്തിരി പാടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമി ബഹുലാഷ്ടമി, രാധാകുണ്ഡം ഉണ്ടായ ദിവസമുണ്ട്. ആ ദിവസത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ, സാധാരണ ബ്രജവാസികൾ മാത്രമേ രാധാകുണ്ഡത്തിൽ കുളിക്കാറുള്ളൂ. അല്ലാതെ ഈ ബഹുലാഷ്ടമി ദിവസത്തിൽ എല്ലാവർക്കും പെർമിഷൻ. അന്ന് പോയിട്ട് എന്ത് വിചാരിച്ചാലും ശരി, വിചാരിച്ചില്ലെങ്കിലും ശരി. കാരണം വിചാരിക്കാനൊന്നും സമയം കിട്ടില്ല. ശ്രദ്ധിച്ച് അതിനകത്ത് ഇറങ്ങി കുളിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം അതിനകത്ത് ഇറങ്ങി കുളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും. അത്രയും തിരക്കായിരിക്കും, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോധം എന്തായിരിക്കും? എങ്ങനെങ്കിലും ഒന്ന് മുങ്ങിയിട്ട് വന്നാൽ മതി, ഇത് മാത്രമേ ഉണ്ടാവും. ഒരിക്കലും നമ്മൾ തെറ്റ് വിചാരിക്കില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് രാധാകുണ്ഡം. ഇതാണ് വൃന്ദാവനവും രാധാകുണ്ഡത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഈ രാധഭൂമിയിൽ അവതരിക്കാനും കാരണം രാധാറാണി എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സ്പെഷ്യലാണ്. കൃഷ്ണന് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാധാണ്. അതിന് കാരണം, അതായത് ഒരു ദിവസം ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം അങ്ങനെ കുളം കാണാം. അതിൻ്റെ അടുത്ത് കൃഷ്ണൻ ഇരുന്നിട്ട് കൃഷ്ണൻ ഇങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണൻ്റെ മുഖം ഒന്ന് കാണാം. കണ്ടോ, ഭയങ്കര രസമാണ് കൃഷ്ണനെ കാണാൻ, ഭയങ്കര ജ്വലിക്കുന്നു. കൃഷ്ണൻ സ്വന്തം മുഖം കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഇത്ര സൗന്ദര്യമാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് രണ്ടാമത് നോക്കുമ്പോൾ അതിനേക്കാൾ സൗന്ദര്യം കൂടും. കാരണം കൃഷ്ണൻ്റെ സൗന്ദര്യം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, അത് കുറയില്ല. നമ്മുടെ സൗന്ദര്യം വയസ്സാകുമ്പോൾ കുറഞ്ഞു പോകും, അവസാനം കാണാൻ പറ്റാതെ അല്ലേ. പക്ഷെ കൃഷ്ണൻ്റെ സൗന്ദര്യം നവയൗവനം, അത് ഓരോ ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സൗന്ദര്യം കൂടും. അതാണ് കൃഷ്ണൻ്റെത്. അപ്പോൾ കൃഷ്ണൻ തന്നെ 2-3 പ്രാവശ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെടും. ഈ സ്വഭാവം നമുക്കുണ്ട്. നമ്മളെ കല്യാണ ആൽബം ഇങ്ങനെ നോക്കും. ആരുടെങ്കിലും കല്യാണത്തിൽ നമ്മൾ പോയി ഇങ്ങനെ മറിച്ച് നോക്കും. വല്ലവരുടെ കല്യാണമല്ലേ, ഇങ്ങനെ നോക്കും. അതിൻ്റെ അകത്ത് നമ്മളെ ഫോട്ടോ വന്നാൽ മതി, പിന്നെ നമ്മൾ കണ്ണെടുക്കില്ല. പിന്നെ തിരിച്ചും മറിച്ചിട്ട് പിന്നെ തിരിച്ചും വന്ന് രണ്ടാമതും നോക്കും. എന്താണ്, നമുക്ക് അത് ഇഷ്ടമാണ്, നമ്മളെ സൗന്ദര്യം കാണാൻ നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കണ്ണാടിയുടെ പുറത്ത് കുറേ നേരം നിന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സ്വഭാവം ആരിൽ നിന്നാണ് വന്നത്? ആള് വേറെ. നമുക്ക് എല്ലാ സ്വഭാവവും ആരിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചാൽ കൃഷ്ണനിൽ നിന്നാണ്. പ്രഭുപാദ് പറയും റാസ്കൽഡം കമ്മിങ് ഫ്രം കൃഷ്ണ എന്ന് പറയും. അതായത് മോശമായ സ്വഭാവം, ഈ പെണ്ണുങ്ങളുടെ വസ്ത്രം എടുക്കുന്ന സ്വഭാവം ആരിൽ നിന്നാണ് വന്നത്? അത് കൃഷ്ണനിൽ നിന്നാണ്. പക്ഷെ നമ്മൾ ചെയ്ത അടി കൊള്ളുന്നു, കൃഷ്ണൻ ചെയ്ത അത് ലീലയായി. അതാണ് വ്യത്യാസം. അതാണ് ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ.
നമുക്ക് എല്ലാം ഭൗതിക ലോകത്തിൽ പെട്ടുപോകും. ഭഗവാൻ അതീന്ദ്രിയമായ വ്യക്തിയാണ്. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ നോക്കി സൗന്ദര്യം കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ മനസ്സിൽ ഉടനെ വിചാരിച്ചു, ഈ സൗന്ദര്യം ഞാൻ പുറമേ ആസ്വദിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ആ കൃഷ്ണൻ്റെ മുഴുവൻ സൗന്ദര്യവും ശ്രീമതി രാധാറാണിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് കൃഷ്ണനെ കണ്ട ലോകത്തിലുള്ള എല്ലാവരും കൃഷ്ണൻ്റെ ബാക്കിൽ പോകും. കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല, അത്രയും ഇഷ്ടപ്പെടും നമുക്ക് കൃഷ്ണനെ. പക്ഷെ കൃഷ്ണൻ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? അപ്പോൾ കൃഷ്ണനൊരു പേരുണ്ട്, മദനമോഹനൻ എന്ന പേരുണ്ട്. മദനൻ എന്ന് പറഞ്ഞാൽ കാമധേനുവാണ്. ആ കാമദേവനെ കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം കാണാൻ ഭയങ്കര സുന്ദരനാണ് കാമദേവൻ. പക്ഷെ ആ കാമദേവൻ തന്നെ ആരെ കണ്ട് ഇഷ്ടപ്പെടുന്നു? കൃഷ്ണനെ കണ്ട്. അതുകൊണ്ടാണ് മദനമോഹനൻ. പക്ഷെ ഇപ്പോൾ കൃഷ്ണന് ഇനിയൊരു പേരുണ്ട്, മദനമോഹന മോഹിനി. മോഹിനി ആരാണ്? രാധാറാണി. ഇപ്പോൾ ഈ മദനമോഹനൻ ആരെ കണ്ട് ഇഷ്ടപ്പെട്ടു? മോഹിനിയായ രാധാറാണിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കൃഷ്ണനൊരു പേര് മദനമോഹന മോഹിനി, രാധാറാണിക്കൊരു പേരുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ എപ്പോഴും ഇപ്പോൾ രാധയുടെ ബാക്കിലാണ് നടക്കുന്നത്, കാരണം കൃഷ്ണൻ്റെ സെയിം സൗന്ദര്യം തന്നെയാണ്. അപ്പോൾ കൃഷ്ണനും രാധയ്ക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസമില്ല. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്ത് വ്യത്യാസം? കളറ് മാത്രം വ്യത്യാസം. ഒരാൾ എന്ത് കളറാണ്? കൃഷ്ണൻ കറുത്ത കളർ. രാധ എന്ത് കളറാണ്? ഗൗരാംഗി. രാധ സ്വർണ്ണവർണ്ണമാണ്, മഞ്ഞ കളറാണ്. ബലരാമൻ എന്ത് കളറാണ്? വെളുത്തിട്ട്, അല്ലേ? അപ്പോൾ ബലരാമനും കൃഷ്ണനും എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ അവർക്ക് രണ്ടുപേർക്കും ഒരു വ്യത്യാസമാണ്. അവർക്ക് രണ്ടുപേർക്കും കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് രാധാറാണി എന്തായിട്ട്, രാധാറാണിയുടെ പേര് ഗൗരാംഗി എന്നൊരു പേര്. അപ്പോൾ ഇതേ രാധാറാണി ഇങ്ങനെ കൃഷ്ണനെ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ, രാധ വൃന്ദാവനത്തിലിരുന്ന് ഇങ്ങനെ ലീലകളെല്ലാം നടക്കുന്നുണ്ട്. കൃഷ്ണൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ഗോപി അങ്ങിരുന്ന് കരയുന്നു. ഒരു ഗോപി കരയുന്നത് കണ്ടിട്ട് വേറൊരു ഗോപി ചോദിച്ചു, എന്തിനാ നീ കരയുന്നു എന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ആ ഗോപി കരഞ്ഞു, അതുകൊണ്ട് ഞാൻ കരയുന്നു എന്ന് പറയും. അപ്പോൾ അടുത്ത ഗോപി, നീ എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല, ആ ഗോപി കരഞ്ഞു, ഞാൻ കരയുന്നു. ഇങ്ങനെ എല്ലാവരിടത്തും കൃഷ്ണൻ ചോദിക്കുന്നു എന്തിന് കരയണമെന്ന്. എല്ലാവരും പറയുന്നു അവരെല്ലാം കരയുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ കരയുന്നു. ഫൈനലി കൃഷ്ണൻ എവിടെ എത്തി? ശ്രീമതി രാധാറാണിയുടെ അടുത്തെത്തി. നീ എന്തിനാ കരയുന്നത്? അപ്പോൾ കൃഷ്ണ എന്തിനാ ഇത്രയും ലേറ്റായത്? എനിക്ക് കൃഷ്ണനെ കാണാതിരിക്കാൻ പറ്റില്ല, എന്തിനാ ഇത്രയും ലേറ്റായി എന്ന് കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, ഞാനിവിടെ ലേറ്റായി, കറക്റ്റ് ടൈമിനാണ് വന്നത്, ഒരു ക്ഷണം ലേറ്റായി. അപ്പോൾ ഒരു ക്ഷണം പോലും ആർക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല? രാധയ്ക്ക്. ഇത്രയും ഇഷ്ടമായിരുന്നു രാധയ്ക്ക്. ഇവരെല്ലാവരും കൂടെ കരഞ്ഞിട്ടൊരു കുളം ഉണ്ടാക്കി, അതാണ് മാനസ സരസ്. അവരെല്ലാം പ്രേമം കൊണ്ട് കരഞ്ഞ് ഒരു കുളം തന്നെ ഉണ്ടാക്കി. അപ്പോൾ രാധാറാണിക്ക് ഒരു ക്ഷണം പോലും കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ രാധാറാണി ഒരിക്കൽ പറയും, ബ്രഹ്മാവിനെ ചീത്ത പറയും, ബ്രഹ്മാവിനെ കുറ്റം പറയും, ബ്രഹ്മാവിന് സൃഷ്ടിക്കാനറിയില്ല, ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. എന്തിനാണ് രാധ ബ്രഹ്മാവിനെ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, രാധ കൃഷ്ണൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണിയും അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടയും. അത് ഭയങ്കര തടസ്സമാണ്. ഇങ്ങനെ കൃഷ്ണനെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിട്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു വിട്ടു. അപ്പോൾ എന്താണ്? അതുകൊണ്ട് രാധ പറഞ്ഞത് ഇല്ല ബ്രഹ്മാവിനെ ഇതിനെ കൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അത്രയും സ്നേഹമാണ്. അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു, ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താ കൊടുക്കുക? അപ്പോൾ ഈ സ്നേഹം, നമ്മൾ ഒരാൾ സ്നേഹിക്കുന്നു, ഒരാൾ പ്രേമിക്കുന്നു, നമ്മൾ ഗിഫ്റ്റൊക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ കൃഷ്ണനും പറഞ്ഞു, ശരി ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാം, നല്ല സാരിയൊക്കെ തരാമെന്ന് പറഞ്ഞു. കാരണം പെണ്ണുങ്ങളല്ലേ, ഗോപീസല്ലേ, അപ്പോൾ അവർക്കിത് ഇഷ്ടപ്പെടും സാരി. അപ്പോൾ പറഞ്ഞു, സാരി ഒന്നും ഞങ്ങൾക്ക് വേണ്ട കൃഷ്ണ, ശരി ആഭരണങ്ങൾ തരാം, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, പൂമാല കെട്ടിത്തരാം, ഞാൻ തന്നെ കെട്ടിത്തരാം, ഞാൻ കെട്ടുന്നതിൽ എക്സ്പേർട്ടാണെന്ന് പറയും, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ എന്ത് വേണം? നല്ല ഭർത്താക്കന്മാരെ തരാൻ പറ്റും, അതൊന്നും വേണ്ട. പിന്നെ എന്ത് വേണം? ഞങ്ങൾക്ക് കൃഷ്ണനെ മാത്രം മതി, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി, അതാണ് ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ഭഗവാനുള്ളത് കൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന പരേകം, ഇതിന് പകരം ഞാൻ എന്താ തരിക എന്ന് കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കും. ഇതിന് പകരം എനിക്ക് ഒന്നും തരാൻ പറ്റില്ല എന്ന് കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ അത്രയും പ്രേമം ആർക്കുണ്ടായിരുന്നു? ഈ ഗോപികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ ഇപ്പം മനസ്സിൽ വിചാരിച്ചു, ഈ പ്രേമം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. നേരത്തെ കൃഷ്ണൻ എന്താഗ്രഹിച്ചു? ഈ സൗന്ദര്യം എന്താണെന്ന് ഞാൻ അറിയണമെന്നും വിചാരിച്ചപ്പോൾ രാധാറാണി പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ പറയുന്നു, രാധാറാണി കാണിക്കുന്ന പ്രേമം, ഈ ഗോപികൾ എൻ്റെ അടുത്ത് കാണിക്കുന്ന പ്രേമം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം, ആ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് കൃഷ്ണൻ വിചാരിച്ചു. അതുകൊണ്ട് ശ്രീമതി രാധാറാണി തന്നെ തിരിച്ച് ഗൗരംഗ മഹാപ്രഭുവായിട്ട് വന്നു.
ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നു. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന് എന്തൊരു പേര്, ഗൗരാംഗ എന്നൊരു പേരുണ്ട്. കാരണം ചൈതന്യ മഹാപ്രഭു സ്വർണ്ണവർണ്ണത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ഗൗരാംഗ. ഇനി ചൈതന്യ മഹാപ്രഭു ഭൂമിയിൽ വന്നപ്പോൾ ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം നമുക്ക് തന്നിട്ട് പോയി. എന്ത് തന്നു? ഹരിനാമം തന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ഗോലോക വൃന്ദാവനത്തിലിരുന്ന് വന്ന മന്ത്രമാണ്. ഈ മന്ത്രം കൃഷ്ണൻ തന്നു. ഈ മന്ത്രത്തിന് അങ്ങനെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മന്ത്രത്തിൽ ശ്രീമതി രാധാറാണി ഉണ്ട്. ഹരേ കൃഷ്ണ, ഹരേ എന്ന് പറഞ്ഞാൽ ആരാണ്? രാധാറാണിയാണ്. ഓക്കെ, അതിൽ ഹരേ ഉണ്ട്, കൃഷ്ണ ഉണ്ട്, രാമ ഉണ്ട്. ഹരേ എന്ന് പറഞ്ഞാൽ രാധാറാണി, കൃഷ്ണ എന്ന് പറഞ്ഞാൽ എല്ലാത്തെയും ആകർഷിക്കുന്നവൻ, രാമ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തെയും സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ എല്ലാം ഉണ്ട്. നമുക്ക് സന്തോഷം കിട്ടും, കൃഷ്ണൻ്റെ അടുത്ത് ആകർഷണം ഉണ്ടാവും, നമുക്ക് ശക്തി ഉണ്ടാവും. ഈ മൂന്നും ചേർത്ത് വന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കൃഷ്ണനാണോ രാമനാണോ? ആ മന്ത്രത്തിൽ ഹരയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. എത്ര പ്രാവശ്യം ഹരേ വന്നു കൂടുതൽ? 8 പ്രാവശ്യം ഹരയും 4 കൃഷ്ണ 4 രാമ. അപ്പോൾ ഏതിനാ കൂടുതൽ? രാധാറാണിയുടെ നാമമാണ് അതിനകത്ത് കൂടുതൽ, അല്ലാതെ കൃഷ്ണനാമവും രാമൻ്റെ നാമവും അല്ല. എന്തുകൊണ്ടാണ് രാധാറാണിയുടെ നാമം ഇത്രയും കൂടുതൽ നമുക്ക് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലിയുഗത്തിൽ പതിതന്മാരായ വ്യക്തികൾ ഈ നാമം ജപിച്ചാൽ രാധയുടെ ഗ്ലാദിനി ശക്തി, ആന്തരികമായ ശക്തി കൊണ്ട് നമ്മുടെ എല്ലാ പാവങ്ങളും കളഞ്ഞ് നമുക്ക് ഈസിയായിട്ട് കൃഷ്ണഭക്തി ഉണ്ടാകും. ഈസിയായിട്ട് എല്ലാ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മന്ത്രം നമുക്ക് തന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ വൃന്ദാവനത്തിൽ കൃഷ്ണൻ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൃന്ദാവനത്തിൽ ലീല നടക്കുകയാണ്. അപ്പോൾ അവിടെ രാധാറാണിയുമായിട്ടാണ് എപ്പോഴും കൃഷ്ണൻ രാസലീലയും മറ്റ് ലീലകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം കൃഷ്ണൻ എന്ത് ചെയ്യും വെച്ചാൽ, വിരജാ നദി കേട്ട് കാണും. സ്വർഗത്തിലുള്ള നദി എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് ഗോലോക വൃന്ദാവനത്തിലുള്ളതാണ് ഈ വിരജ. അവിടെ എല്ലാവരും ഗോപികളാണ്. ഒരു നദി എന്നാൽ അതൊരു വ്യക്തിയാണ്. അപ്പോൾ വിരജാ നദിയും കൃഷ്ണനും കൂടെ അങ്ങനെ എന്താ പറയുക, അവർ ഊഞ്ഞാലാടിയിട്ടിരിക്കും. രാധാറാണിക്ക് കൃഷ്ണന്, രാധാറാണി വിചാരിക്കും എൻ്റെ മാത്രമാണ്, വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എന്നാണ് രാധയുടെ. പക്ഷെ രാധയും ഇഷ്ടമാണ് കൃഷ്ണനെ, ഈ വിരജയും ഇഷ്ടമാണ്. വിരജയ്ക്കും കൃഷ്ണൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും ആ വൃന്ദാവനത്തിൽ ആ ഗാർഡനിൽ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ രാധ അങ്ങ് വരും. രാധ വരുമ്പോൾ കൃഷ്ണൻ്റെ ഗോപന്മാരെല്ലാം ഗാർഡായിട്ട് അങ്ങനെ നിൽക്കും. അകത്താരെയും കയറ്റി വിടില്ല. ആരൊക്കെ ആയിരിക്കുന്നു? മധുമംഗളായിരിക്കുന്നു, ശ്രീധാമായിരിക്കുന്നു, സുധാമായിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ഭക്തന്മാരും ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. അപ്പോൾ ശ്രീമതി രാധാറാണിക്ക് വന്ന് ബാക്കി ഗോപിച്ചെന്ന് പറഞ്ഞു, ഇന്ന് കൃഷ്ണൻ ആരുടെ കൂടെ ഇരിക്കുന്നു എന്നറിയുമോ? വിരജയുടെ കൂടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ രാധയ്ക്ക് ഭയങ്കര ദേഷ്യത്തിൽ, അങ്ങനെയാണോ ഇപ്പോൾ എന്നെ ഒന്നും വേണ്ടാതെ ആയ കൃഷ്ണന് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ വരുന്ന സമയത്ത് സുധാമ പറയും അകത്ത് കയറരുത്, ശ്രീധാം പറയും അകത്ത് കയറരുത്. അപ്പോൾ പറയും അതെന്താ കയറിയ എന്താ എന്ന് പറയും. ഉടനെ പറയും കയറാൻ പാടില്ല, കൃഷ്ണൻ അവിടെ പ്രൈവറ്റായിട്ട് ഇരിക്കുകയാണെന്ന് പറയും. ഒറ്റ തള്ളു പിടിച്ചു ശ്രീധാമിനെ പിടിച്ച് തള്ളിയിട്ട് നേരെ അകത്ത് കയറിപ്പോകും. അകത്ത് കയറിപ്പോയത് ഈ ശബ്ദം കേൾക്കാൻ ഇവിടെ വഴക്കുണ്ടാക്കും. രാധാറാണി സംസാരിക്കുന്നതും ശ്രീധാം സംസാരിക്കുന്നതും കൃഷ്ണൻ ചെവിയിൽ കേട്ടു. ഇത് കേട്ടത് രാധ വരുന്നു എന്ന് അറിഞ്ഞ കൃഷ്ണൻ ഡിസപ്പിയർ. ഇപ്പോൾ ഒരാൾ മാത്രം അവിടെ ഉണ്ട്. ആരുണ്ട്? വിരജ നദി മാത്രം. വിരജ ഞാൻ പെട്ടു എന്ന് വിചാരിച്ചിട്ട് രാധാറാണി അകത്ത് കയറിയത് വിരജ ടപാന്ന് വെള്ളമായിട്ട് മാറിയിട്ട് ഇങ്ങനെ ആറായിട്ട് അങ്ങ് ഓടിപ്പോയി. രാധ വന്നപ്പോൾ അവിടെ ആരും കാണാനില്ല. കൃഷ്ണൻ രക്ഷപ്പെട്ടു പോയി. വിരജയും ആരെ കണ്ട് പേടിച്ചിട്ടാണ്? രാധാറാണി കണ്ട്. അപ്പോൾ രാധയ്ക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും എസ്കേപ്പായി. ഒരു ദിവസം കൈ ഉടനെ കിട്ടും എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഈ ശ്രീധാം വെറുതെ ഇരിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു നിനക്ക് ഭയങ്കര അഹങ്കാരമാണ്. ആരുടെ അടുത്ത് പറയാണ്? രാധയുടെ അടുത്ത്. കൃഷ്ണൻ വിചാരിച്ചാൽ നിന്നെപ്പോലെ എത്ര ഗോപികളെ ഉണ്ടാക്കാൻ പറ്റുമെന്നറിയാം. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത് ഭഗവാനാണ്. ഭഗവാൻ എന്തും പറ്റും, നീ വലിയ സുന്ദരിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആരെടുത്ത് പറയുകയാണ്? രാധയുടെ. രാധയ്ക്ക് കേട്ടുന്നുണ്ട്, നീ ഒരു അസുരനെ പോലെ സംസാരിച്ചതുകൊണ്ട് നീ അസുരനായിട്ട് പോകുന്നു ചോദിച്ചു. അങ്ങനെയാണ് ഈ ശ്രീധാം ആരായിട്ടൊന്നും ജനിക്കുന്നത്? ശംഖചൂടനായിട്ടൊന്നും ജനിക്കുന്നത്. ആ തുളസി വിവാഹത്തിൽ നമ്മൾ കേൾക്കുന്ന വ്യക്തിയായിട്ട് ഭൂമിയിലൊന്നും ജനിക്കുന്നത്.
ഉടനെ ശ്രീധാം വെറുതെ ആയിരുന്നില്ല, ശ്രീധാം തിരിച്ച് ശപിച്ചു രാധയെ. അപ്പോൾ രാധ എന്ത് പറഞ്ഞു? നീ എൻ്റെ ഇത്രയും അഹങ്കാരം കാണിച്ചു, അതുമാത്രമല്ല എന്നെ ശപിച്ചതുകൊണ്ട് നീ ഭൂമിയിൽ ചെന്ന് ജനിക്കും. പക്ഷെ ഭൂമിയിൽ ചെന്ന് ജനിക്കുമ്പോൾ നീ കൃഷ്ണൻ്റെ കൂടെ വൃന്ദാവനത്തിൽ കുറേ ലീലയിൽ പങ്കെടുക്കും. അപ്പോൾ രാധ എങ്ങനെ നോക്കും, എന്താ ഇങ്ങനെയും ശാപം തരുമോ? കൃഷ്ണൻ്റെ കൂടെ ലീലയിൽ പങ്കെടുക്കും, എന്നിട്ട് കൃഷ്ണൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അത് സഹിക്കാൻ പറ്റാതെ നീ വിഷമിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടത് രാധ ശബ്ദമായി. അതുകൂടാതെ പറഞ്ഞു, നിൻ്റെ പേരും ചീത്തയാകും. ഭൂമിയിലുള്ള എല്ലാ മണ്ടന്മാരും വിചാരിക്കും നീ അഭിമന്യുവെ കല്യാണം കഴിച്ചു. പക്ഷെ അഭിമന്യു കൃഷ്ണൻ്റെ വിസ്തരണം തന്നെ ആയിരുന്നാലും എല്ലാവരും നിന്നെ തെറ്റിദ്ധരിക്കും എന്നുള്ള ഇതും കൂടെ കൊടുത്തു. ആണ് രാധയെ പലരും കുറ്റം പറയും. എന്ത് പറയും? കല്യാണം കഴിച്ചു, പക്ഷെ വേറെ കൃഷ്ണൻ്റെ കൂടെ ഇരിക്കുകയാണ് എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ അഭിമന്യു വേറെ ആരുമല്ല. അഭിമന്യു ആര് തന്നെയാണ്? കൃഷ്ണൻ്റെ തന്നെ അവതാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ രാധാറാണി മനസ്സിൽ വിചാരിച്ചു, ശരി, ഇങ്ങനെ വിരജയ്ക്ക് ഒരു സ്പെഷ്യൽ ഗാർഡൻ വൃന്ദാവനത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ കൃഷ്ണൻ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു ദ്വീപ് ഉണ്ടാക്കി. നവദ്വീപ്, പുതിയ, നവ എന്ന് പറഞ്ഞാൽ പുതിയ എന്നാണ് അർത്ഥം. നവദ്വീപിനുണ്ടാക്കി. അതാണ് മായാപ്പൂരിൽ നമ്മൾ പോകുന്ന നവദ്വീപ്. 9 ദ്വീപിൻ്റെ യമുന, അവിടെ യമുന ഉണ്ടെങ്കിൽ ഞാൻ ഗംഗ കൊണ്ടുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീമതി രാധാറാണി എന്ത് ചെയ്ത് നവദ്വീപിനെ, പുതിയ ദ്വീപിനെ ഉണ്ടാക്കും. അങ്ങനെ ആ ദ്വീപിലാണ് രാധാറാണി തന്നെ ആരായിട്ട് വരും? ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിട്ട് ആ മായാപ്പൂരിൽ മുഴുവൻ ലീല ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി മായാപ്പൂരിൽ പോവുക, വൃന്ദാവനത്തിൽ പോയാൽ അവരുടെ ലൈഫ് സക്സസ് ആണ്, ഡൗട്ടേ ഇല്ല. അവർ കൃഷ്ണൻ്റെ അടുത്ത് പോകാൻ എലിജിബിലിറ്റി ഉള്ള വ്യക്തികളാണ്. ഇനി കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി, ഒരുപാട് ചെയ്യേണ്ട. സ്മരണ ആര് കൊടുക്കും? ഭഗവാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് എവിടെ പറയുന്നു? ഇവിടെ പറയുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും എന്താണ്, രാധ ശ്രീധാമിനെ ശപിച്ചു, ശ്രീധാം രാധയെ ശപിച്ചു. അപ്പോൾ രണ്ടുപേരും കരഞ്ഞിട്ട് കൃഷ്ണൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് പറയും, കൃഷ്ണ, രാധയുടെ അടുത്ത് ആദ്യം ശ്രീധാം പറയും, രാധയെ ഞാൻ അറിയാതെ ശപിച്ചു പോയി എന്ന്. അപ്പോൾ രാധയും പറയും, ഞാനും ഇമോഷണലി ശപിച്ചു പോയി, ഇപ്പോൾ എന്ത് ചെയ്യട്ടെ? രണ്ടും കൃഷ്ണൻ്റെ പോയി കരഞ്ഞുകൊണ്ട്. അപ്പോൾ കൃഷ്ണൻ പറയും, വിഷമിക്കേണ്ടതില്ല, എൻ്റെ പ്ലാൻ തന്നെയാണ്. കാരണം ഞാൻ വൃന്ദാവനത്ത് പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് ശപിച്ചാലേ അവിടെ നിങ്ങളെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഇനിയും റീസണുണ്ട്. ആ റീസണൊക്കെ പറഞ്ഞ് മുഴുവനും പറയാം. കാരണം ആ തുളസി വിവാഹത്തിൽ ഇവർ ആ തുളസി ദേവിയെ ഇഷ്ടപ്പെടും. ആര്? ശ്രീധാം, തുളസി ദേവി. അതുകൊണ്ടാണ് ഇവരിങ്ങോട്ട് വരുന്നത്. ഇതെല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഒന്നും കാരണമില്ലാതെ ഇവിടെ വരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഭൂമിയിൽ വന്ന് ജനിക്കും. അപ്പോൾ ഭൂമിയിൽ വന്നപ്പോൾ വൃഷഭാനു മഹാരാജിന് കുട്ടികളില്ല. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാലം കുട്ടികളില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കും. ആ സമയത്താണ് ഒരു ദിവസം രാവിലെ യമുനയിൽ കുളിച്ചിട്ട് ഇങ്ങനെ നോക്കിയതും ഒരു താമരപ്പൂ ദൂരെ കാണും. ആ താമരപ്പൂ തിളങ്ങുന്നു. എന്താ തിളങ്ങുന്നു? എന്താണ് ഈ താമരപ്പൂ ഭയങ്കര ജ്വലിക്കുന്നത് പോലെ ഇരിക്കുന്നു വെളുപ്പാ രാവിലെ എന്ന് പറഞ്ഞ് നേരെ നീന്തി അവിടെ പോയതും ആ താമരപ്പൂലെ രാധാറാണി ഇങ്ങനെ സ്വർണം, ഉരുക്കി ഒഴിച്ച സ്വർണം, മോൾട്ടൺ ഗോൾഡ് എന്ന് പറയും. കളർ അങ്ങനെയാണ്. സ്വർണം സാധാരണ കാണുന്ന പോലെ ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തിളക്കം ഉണ്ടാകും. അതുപോലത്തെ കളറിൽ ആര് തിളങ്ങുന്നു? അങ്ങനെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട ആ കുട്ടി അങ്ങനെ കെട്ടിച്ചേർത്ത് പിടിക്കും. ആരാണ്? കുട്ടികളെ ഇല്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ ഭഗവാൻ എനിക്ക് ശ്രീമതി രാധാറാണിയെ തന്നു എന്ന് പറഞ്ഞ് കെട്ടിച്ചേർത്ത് പിടിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി കീർത്തിദ സുന്ദരി അമ്മ ഉണ്ടായിരുന്നു. കീർത്തിദ എന്ന് വിളിച്ചപ്പോൾ അവർ ഓടി വന്ന് നോക്കിയപ്പോൾ സ്വർണം പോലെ ഒരു കുട്ടി. എവിടെ നിന്ന് കിട്ടി? ഇത് ആരുടെ കുട്ടിയാണെന്ന് ചോദിക്കും. എനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് തന്നതാണ്. അങ്ങനെ രണ്ടുപേരും വാങ്ങിച്ച് കുട്ടിയെ ഇങ്ങനെ മാറി മാറി ഉമ്മ വയ്ക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയാൽ ഈ കുട്ടി കണ്ണ് തുറക്കാതിരിക്കുന്നു. ഈ കുട്ടി കണ്ണടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു ഇതെന്താ കണ്ണ് തുറക്കാത്തത്? അപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞു, എല്ലാവരും വന്ന് കുട്ടിയെ കാണാൻ വരുന്നു. കുട്ടി കണ്ണ് തുറക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. ഒരു ആദ്യം സന്തോഷിച്ചു, കാരണം കുട്ടിയെ കിട്ടി, നല്ല സ്വർണം പോലത്തെ കുട്ടി കിട്ടി. ഇപ്പോൾ എന്താ വിഷമം? കണ്ണ് കാണുന്നില്ല കുട്ടിക്ക്, ചെവിയും കേൾക്കുന്നില്ല. ഇവരെന്ത് പറഞ്ഞാലും ഒരു റിയാക്ഷൻ ഇല്ലാതെ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ. അപ്പോൾ അവർക്ക് ഒത്തിരി വിഷമമായി. അങ്ങനെ ഈ നാട്ടുകാരെല്ലാം ഇങ്ങനെ വരും, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ രണ്ട് ഗ്രാമത്തിലാണ്. അങ്ങനെ രാധാറാണിക്ക്
ഈ ചോറ് കൊടുക്കുന്നു, ഊണ് കൊടുക്കുന്ന ആദ്യത്തെ ചോറ് കൊടുപ്പ് സമയത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ നന്ദബാബവും യശോദാമയും കൃഷ്ണനെയും വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി സംസാരിക്കുകയാണ്. ഇവർ തമ്മിൽ നല്ല കുട്ടിയാണ്, എന്താ കാണാൻ രസമാണ്, പക്ഷെ കണ്ണ് കാണുന്നില്ലല്ലോ, എന്തെങ്കിലും ഒരു കാരണം കാണും, ഭഗവാൻ ഒരിക്കലും ഒരു കാരണമില്ലാതെ ഒന്നും വെക്കില്ല, അതുകൊണ്ട് കീർത്തിദ സുന്ദരി നീ വിഷമിക്കണ്ട, അതിനെല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ അങ്ങോട്ട് സമാധാനപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ മാറി മാറി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറന്നുപോയി, കൃഷ്ണനെ തറയിൽ വിട്ട്. കൃഷ്ണനെ ഇപ്പോൾ കാണാനില്ല, കൃഷ്ണൻ തപ്പിപ്പോയി. എന്തിനാണ്? കൃഷ്ണൻ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആദ്യം പോ, ഞാൻ പിന്നീട് വരാമെന്ന്. അതുകൊണ്ട് രാധ ആദ്യം ജനിച്ചതുകൊണ്ട് രാധ മൂത്തതാണ് കൃഷ്ണനെ കാണുന്നത്. എന്നിട്ട് കൃഷ്ണൻ ഇങ്ങനെ തപ്പി തപ്പി നോക്കിയപ്പോൾ രാധാറാണി ഇരിക്കുന്ന റൂമിനകത്ത് പോയപ്പോൾ രാധ കിടക്കും. അങ്ങനെ കൃഷ്ണൻ പതുക്കെ പതുക്കെ പോയിട്ട് ആ ഊഞ്ഞാൽ പിടിച്ച് അങ്ങ് കയറി നോക്കിയപ്പോൾ അത് രാധാറാണി. എന്നിട്ട് കൃഷ്ണൻ കൈ കൊണ്ട് ഒറ്റ ഇടി നെഞ്ചിൽ തപ്പ രാധ ഠാന്ന് പറഞ്ഞ് കണ്ണു തുറക്കും. കാരണം കൃഷ്ണനെ ഭൂമിയിൽ വന്നാൽ ഞാൻ ആദ്യം കാണുന്ന വ്യക്തി ആരായിരിക്കണം? കൃഷ്ണനെ ആയിരിക്കണം. ഭൂമിയിലുള്ള ഒരാളെയും കാണില്ല, കാരണം അത്ര വൃത്തിയായിട്ട ആൾക്കാരാണ് ഭൂമിയിലുള്ള ആരെയും കാണില്ല. ഞാൻ ആദ്യമായിട്ട് കാണാനും കൃഷ്ണനെ മാത്രമേ കാണത്തുള്ളൂ, കൃഷ്ണൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് രാധാറാണി ഇങ്ങനെ ബ്ലൈൻഡായിട്ടിരിക്കുകയാണ്. തട്ടിയത്, ഹൃദയത്തിൽ തട്ടിയത് ഇമ്മീഡിയറ്റായിട്ട് ഉണർന്ന് രാധാറാണി കരഞ്ഞിട്ട് നോക്കിയപ്പോൾ എല്ലാവരും കുട്ടി കരയുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണു തുറന്നിരും. ഭയങ്കര സന്തോഷം. അപ്പോൾ ഉടനെ കീർത്തിദ സുന്ദരി പറയും, കൃഷ്ണനാണ് ഉണർത്തിയത് ഈ കുട്ടിയെ, കണ്ണു തുറപ്പിച്ചതാരാണ്? വേറെ ആരുമല്ല, കൃഷ്ണനാണ്. അതുകൊണ്ട് ഈ കുട്ടി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം? അപ്പം തീരുമാനിച്ചു വരും. കൃഷ്ണൻ ആർക്കുള്ളതാണ്? ശ്രീമതി രാധാറാണിക്കുള്ളതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇതിരിക്കും. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നാരദ മുനി കൃഷ്ണലീല കാണാനായിട്ട് കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ വൃന്ദാവനത്ത് മുഴുവനും ഓരോ വീടുകളിൽ പോകുമ്പോൾ ഓരോരുത്തരും കുട്ടിയെ കൊണ്ട് കാണിക്കുമ്പോൾ നാരദമുനി അനുഗ്രഹിക്കും. അവിടെ ഒരുപാട് കുട്ടികൾ അതേ സമയത്തിൽ ജനിച്ചിട്ടുണ്ട്, എല്ലാവരെയും അനുഗ്രഹിക്കും. പക്ഷെ കൃഷ്ണനെ തപ്പി നടക്കുകയാണ്. ഏത് വീട്ടിലാണ് കൃഷ്ണനുള്ളത്, കൃഷ്ണനെ കാണണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വീട്ടിനകത്ത് പോയപ്പോൾ നന്ദബാബ കുട്ടിയെ കൊണ്ടുവന്ന് നാരദമുനിക്ക് കണ്ടതും മനസ്സിലും തേജസ്വിയായിട്ട് നീല കളറിൽ സ്പെഷ്യലായിട്ട് കണ്ണുകൾ താമരപ്പൂ പോലെ, വസ്ത്രമൊന്നുമില്ലാതെ ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ചെറിയ കുട്ടി. നാരദമുനി ഭഗവാൻ പരമപുരുഷൻ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കെട്ടിച്ചേർത്ത് പിടിക്കും. കെട്ടിച്ചേർത്ത് പിടിക്കും, എന്നിട്ട് ഇങ്ങനെ മടിയിൽ വയ്ക്കും, തിരിച്ചെടുത്ത് കെട്ടിപ്പിടിക്കും, തിരിച്ചെടുത്ത്. കാരണം ഇങ്ങനെ ഒരു അവസരം നാരദമുനിക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. കിട്ടിയ അവസരം മാക്സിമം യൂസ് ചെയ്യുക. ഭഗവാനെ ഇനി എവിടെ കിട്ടാനാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ? അതുകൊണ്ട് നാരദമുനി അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഭഗവാനെ എൻജോയ് ചെയ്യണം. എന്നിട്ട് ഇവർ പറയും, നാരദമുനി എടുത്ത് അനുഗ്രഹിക്കാൻ പറയും. അങ്ങനെ നാരദമുനി കൃഷ്ണനെ അനുഗ്രഹിക്കും, ചുമ്മാ പുറമേ കാണിക്കാൻ വേണ്ടി. ശരിക്കും നാരദമുനി ഇമ്മീഡിയറ്റായിട്ട് മാനസികമായിട്ട് നമസ്കരിച്ചു, കൃഷ്ണനെ നമസ്കരിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ട് അപ്പോൾ പുറത്തിറങ്ങിയ ഉടനെ നാരദമുനിക്കൊരു സംശയം, കൃഷ്ണൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൃഷ്ണലീലയിൽ പങ്കെടുക്കാൻ ആരും വന്നു കാണും? ശ്രീമതി രാധാറാണിയും വന്ന് കാണാം. അപ്പോൾ ഇവിടെ എവിടെയോ വൃന്ദാവനത്തിലുണ്ട്, എന്തായാലും ആരുണ്ട്? രാധാറാണിയുണ്ട്, അത് കാണാം എന്ന് പറഞ്ഞിട്ട് നാരദമുനി അടുത്തത് ഓരോ വീടുകളിൽ പോയിട്ട് ഫൈനലി കീർത്തിദ സുന്ദരിയുടെ വീട്ടിൽ പോകും. അവിടെ പോയപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് കുട്ടികൾ എന്തെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതേ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയും. അപ്പോൾ ഇതേ പറയും, എനിക്കൊരു ആൺകുട്ടി ജനിച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ കുട്ടി രാധാറാണി വന്നതിന് ശേഷം ആര് ജനിക്കും? ഈ ശ്രീധാം ജനിക്കും. അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട്, ആൺകുട്ടിയെ കൊണ്ട് കാണിക്കും. അപ്പം നാരദമുനി ഈ ശ്രീധാമിനെ കണ്ട ഉടനെ തന്നെ കൃഷ്ണനെ പോലെ തേജസ്സായിട്ടിരിക്കണം. ഇവരൊക്കെ എവിടെ നിന്ന് വന്ന ആൾക്കാരാണ്? അപ്പോൾ എങ്ങനെ ഉണ്ടാവും തേജസ്? അങ്ങനെ അത് കണ്ടത് നാരദമുനി ആ പരമഭക്തൻ, ആ ഗോപനെ കണ്ടതും ഇതേപോലെ തന്നെ ഇങ്ങനെ മടിയിൽ വയ്ക്കും, കെട്ടിച്ചേർത്ത് പിടിക്കും, മടിയിൽ വയ്ക്കും, കെട്ടിച്ചേർത്ത്. എന്നിട്ട് പറയും കീർത്തിദ സുന്ദരിയുടെ അടുത്തും വൃഷഭാൻ്റെ അടുത്തും പറയും, ഈ കുട്ടിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം, അത് നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്, ഈ കുട്ടി ഒരു സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ മാനസികമായിട്ട് നമസ്കരിച്ചുകൊണ്ട് നാരദമുനി പുറത്തു പോകും. പക്ഷെ ആരെ കണ്ടില്ല? രാധാറാണി കണ്ടില്ല. ഉടനെ ഇതേ ഒരു നട വരെ പോയതും വൃഷഭാന് തിരിച്ചു വിളിക്കും, നാരദമുനി എനിക്ക് ഇനിയൊരു കുട്ടി ഇവിടെ ഉണ്ട് എന്ന് പറയും. ആണോ? ആരാണ്? ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ നാരദമുനിക്ക് മനസ്സിലായി ഇവിടെ തന്നെ ആയിരിക്കും. എടുത്തിട്ട് വരുമോ എന്ന് പറയും. എടുത്തിട്ട് വന്നപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ തന്നെ സ്വർണം പോലെ ഇരിക്കുന്നു. നാരദമുനി ഭയങ്കര സന്തോഷം, ഇതുവരെയും ലൈഫിൽ കാണാത്തൊരു സന്തോഷം, അനുഭവിക്കാത്ത സന്തോഷം. ആ കുട്ടിയെ കണ്ട ഉടനെ തന്നെ അതിനെങ്ങനെ കയ്യിലെടുത്തതും ഇതുപോലെ രാധാറാണിയെ മടിയിൽ വയ്ക്കും, ഇങ്ങനെ നോക്കും, മടിയിൽ വയ്ക്കും, കെട്ടിച്ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും,
ഉടനെ രാധാറാണി എന്ത് വെച്ചാൽ ആ നാരദ മുനിയുടെ സ്നേഹം കണ്ടിട്ട് ഇമ്മീഡിയറ്റായിട്ട് എക്സ്പാൻഡ് ആയിട്ട് 16 വയസ്സ് കുട്ടിയും ഗോപസ്ത്രീകളുമായിട്ട് അവിടെ തന്നെ ദർശനം. ആ ദർശനം നാരദമുനി ഉടനെ ഈ കുഞ്ഞിനെ കയ്യിൽ പുറമേ വെച്ചിരുന്നാൽ ഇവിടെ പ്രത്യക്ഷമായിട്ട് ആര് ദർശനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? രാധാറാണി. അവിടെ പ്രദക്ഷിണം ഇങ്ങനെ ചുറ്റും. അപ്പോൾ ഇതെല്ലാം വൃഷഭാനു ഈ നാരദമുനി എന്താ ചെയ്യുന്നു? കുഞ്ഞിനെയും വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ശരിക്കും ആരെ പ്രദക്ഷിണം വയ്ക്കുകയാണ്? രാധാറാണിയും ഗോപസ്ത്രീകളെ എല്ലാം പ്രദക്ഷിണം വെച്ചിട്ട് കുട്ടിയെ തറയിലിട്ടിട്ട് കുട്ടിയെ നമസ്കരിക്കും, രാധാറാണിയെ നമസ്കരിക്കും. അപ്പോൾ വൃഷഭാനു ചോദിക്കും, എന്തിനാ രാധാറാണിയെ നമസ്കരിച്ചു എന്ന് ചോദിക്കും. അത് വളരെ സ്പെഷ്യലാണ്, അത് നിങ്ങൾക്ക് സമയമാകുമ്പോൾ മനസ്സിലാവുക എന്ന് പറഞ്ഞിട്ട് നാരദമുനി നേരെ അവിടെ നിന്ന് നേരെ തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ലീലകൾ അവിടെ നടക്കുകയാണ് വൃന്ദാവനത്തിൽ. ഈ കുട്ടികൾ പതുക്കെ വളരുകയാണ്. അങ്ങനെ ഒരു ദിവസം ദുർവാസമുനി വരുന്നു, വൃന്ദാവനത്തിൽ വരുന്നു. ദുർവാസമുനി വരുമ്പോൾ രാധാറാണി ചെറിയ കുട്ടിയാണ്. രാധാറാണി എന്താ ചെയ്യുന്നു വെച്ചാൽ, ഈ കുട്ടികളൊക്കെ ചെറിയ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും? പാചകം ഉണ്ടാകും അല്ലേ? കുറച്ച് മണ്ണ് വാരി വെച്ചിട്ട് ഇത് ചോറ്, കുറച്ച് ഇല കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കളിക്കും. ഇതുപോലെ രാധാറാണി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുർവാസമുനി വന്ന് ചോദിച്ചു, നിങ്ങൾ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് കഴിക്കാൻ വല്ലതും തന്നൂടെ? അപ്പോൾ രാധാറാണി പറയും, ഞാൻ ഉണ്ടാക്കിത്തരാം, ഞാൻ പായസം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ ഓടിപ്പോയി. ചെറിയ കുട്ടിയാണ്, വീട്ടിൽ ഓടിപ്പോയി പാത്രമെടുത്തു, അരിയെടുത്തു, ശർക്കര, എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് വന്ന് സ്വയമേ കുക്ക് ചെയ്ത് ആർക്ക് കൊടുക്കും? ഈ ദുർവാസമുനി സന്തോഷത്തോടു കൂടി ആ കുട്ടിയെ കണ്ടിട്ട് അത്ര സൗന്ദര്യം, അതുമാത്രമല്ല അത് വാങ്ങിച്ചങ്ങ് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ട്രാൻസെൻഡൻ്റൽ ലെവൽ, അതീന്ദ്രിയമായ അവസ്ഥയിലായി. കാരണം ഇതുവരെ ഞാൻ എവിടെയുമേ കഴിച്ചിട്ടില്ല, 3 ലോകം ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്, എവിടെയും ഇതുപോലെ ഞാൻ കഴിച്ചിട്ടില്ല, ഇത് സ്പെഷ്യലാണ്. അപ്പോൾ മനസ്സിലായി ഇതാരായിരിക്കും? രാധാറാണി. എന്നിട്ട് ദുർവാസമുനി രാധയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കും. എന്ത് അനുഗ്രഹം വെച്ചാൽ, ഇന്ന് മുതൽ നീ പാചകം ചെയ്യുന്ന പാചകം ആരാണോ കഴിക്കുന്നത് അവരുടെ ആയുസ് വർദ്ധിക്കും, അവരുടെ സൗന്ദര്യം വർദ്ധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹം കൂടെ ആർക്ക് കൊടുത്തു? രാധാറാണി. അപ്പോൾ ഈ ന്യൂസ് എവിടെ എത്തി? വൃന്ദാവനത്തിൽ മുഴുവനും പാട്ടായി. രാധാറാണിക്ക് ദുർവാസമുനിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ വരം കിട്ടിയിട്ടുണ്ട്. രാധാറാണിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യലായിട്ട് സൗന്ദര്യവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് യശോദ അമ്മയും മനസ്സിലാക്കി. ഉടനെ യശോദ പറയും, രാധ കീർത്തിദ സുന്ദരിയുടെ അടുത്ത് രാധയെ ഒന്ന് വീട്ടിലയക്കുമോ? എന്തിനാണ്? കൃഷ്ണന് പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കീർത്തിദ സുന്ദരി പറയും, ശരിയാണ്, എൻ്റെ മോക്ക് കണ്ണ് കിട്ടിയത് തന്നെ കൃഷ്ണൻ വന്നിട്ടാണല്ലോ, അതുകൊണ്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡെയിലി രാധാറാണി പോയിട്ട് കുക്ക് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ട്? കൃഷ്ണന് വേണ്ടിയിട്ട് പാചകം. അതുകൊണ്ടാണ് കൃഷ്ണൻ നവയൗവനം എന്നും 16 വയസ്സായിട്ടിരിക്കുന്ന കൃഷ്ണന് വയസ്സ് കൂടിയിട്ട്. കൃഷ്ണൻ 125 വയസ്സ് വരെ ഇരുന്നാലും കൃഷ്ണൻ എത്ര വയസ്സ് പ്രായമാണ് തോന്നുന്നത്? കൃഷ്ണൻ 16. അർജുനന് വയസ്സായതുപോലെ ഇരിക്കും, പക്ഷേ കൃഷ്ണൻ ചെറുപ്പം തന്നെയാണ്. കൃഷ്ണൻ എന്നും യൗവനമായിട്ടിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൃഷ്ണൻ അല്ലെങ്കിലും യൗവനം തന്നെ. അപ്പോൾ ഈ ലീലയും കൂടെ ചേരുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും ഇവിടെ ലീലകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വൃന്ദാവനത്തിൽ ഇവർ ഡാൻസ് രാത്രിയാകുമ്പോൾ രാസലീല നടക്കും. അങ്ങനെ അന്ന് കൃഷ്ണൻ വന്നിരിക്കുകയാണ്. രാധയും മറ്റു ഗോപികളെല്ലാം അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ വന്നിട്ട് അന്ന് ഉച്ചയ്ക്ക് ഒരു അസുരനെ കൊന്നു, അരിഷ്ടാസുരനെ കൊന്നു. ഒരു കാളയുടെ രൂപത്തിലുള്ള ഒരു അസുരനെ കൊന്നു. അപ്പോൾ കൊന്നിട്ട് രാത്രി എന്തിനു വന്നിരിക്കുകയാണ്? ഒന്നും അറിയാത്തതുപോലെ ഇവിടെ ഒന്ന് കളിക്കാൻ വന്നിരിക്കുകയാണ്, ഇവരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ രാധാറാണി പറയും, എൻ്റെ കൂടെ ഇനി നീ ഡാൻസ് ചെയ്യേണ്ടതെന്ന് പറയും. അവർ എന്താണ്, ഞാനെന്ത് ചെയ്തു എന്ന് പറയും. നീ എന്ത് ചെയ്തോ? നീ കാളയെ കൊന്നു. പശുവിനെയും കാളയൊക്കെ ആരെങ്കിലും കൊല്ലുമോ? അതിനെപ്പോലെ പാവമില്ല. നിനക്ക് മൊത്തവും പാവമായി. ഈ പാവം തീരണമെങ്കിൽ നീ ഭൂമിയിലുള്ള കംപ്ലീറ്റ് തീർത്ഥത്തിൽ കുളിച്ചിട്ട് വരണം, എങ്കിലും നിൻ്റെ പാവം തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല, നീ എന്നെ തൊട്ട് പോകരുത്, എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞ് എല്ലാ ഗോപികളും കൂടെ അങ്ങ് ഒന്നിച്ചു പോയി. അപ്പോൾ കൃഷ്ണൻ, ശരി, അതിനെന്താ, അതെനിക്ക് സിമ്പിളാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വിളിക്കാം. എല്ലാ തീർത്ഥത്തിലും കാലുകൊണ്ട് ഭൂമിയിലൊരു ഇടിച്ചപ്പോൾ അവിടെ ഒരു കുളമുണ്ടോ ഉണ്ടാവുന്ന എല്ലാ തീർത്ഥത്തിനും വരാൻ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞ ആര് വരില്ല? പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവന്മാരും വരും. ഇമ്മീഡിയറ്റ് കംപ്ലീറ്റ് തീർത്ഥങ്ങളും വന്നിട്ട് അവർ ഫുള്ളായി, വെള്ളം നിറഞ്ഞു. അപ്പോൾ രാധാറാണി പറഞ്ഞു, ചുമ്മാ ഇത് നീ എന്തോ മാജിക് പരിപാടി കാണിച്ച്, ഇതൊന്നുമില്ല, ഇത് ദേവന്മാരൊന്നുമില്ല. അപ്പോൾ കൃഷ്ണൻ പറയും, വേണമെങ്കിൽ നോക്കിക്കോ, നിങ്ങളെല്ലാം രൂപമായിട്ട് വരാം, പേഴ്സണൽ രൂപത്തിൽ വരാൻ പറയും. അങ്ങനെ ഗംഗ, യമുന, നർമ്മദ, സിന്ധു, കാവേരി എല്ലാവരും ഓരോരുത്തരായിട്ട് രാധാറാണി, ഞാൻ ഗംഗയാണ്, ഞാൻ യമുനയാണ് എന്ന് പറഞ്ഞ് വ്യക്തിയായിട്ട് വന്ന് രാധാറാണിയെ നമസ്കരിക്കും.
അപ്പോൾ ഉടനെ കൃഷ്ണൻ പറയും, ഇനി നീ പാവം ചെയ്തു, എൻ്റെ പാവം ഞാനിതാ കുളിച്ച് ഞാൻ തീർത്തു, നീ പാവം ചെയ്തു. എന്ത് പാവം? ഞാനെന്ത് പാവം ചെയ്തു? ഈ വ്രജവാസികളെ കംപ്ലീറ്റ്, എന്നെയും വ്രജവാസികളെയും കൂടെ നീ തെറ്റ് പറഞ്ഞു. എന്ത് തെറ്റ് പറഞ്ഞു? ഞങ്ങൾ അശുദ്ധിയാണ്, ഞങ്ങൾ പാവം ചെയ്തു എന്ന് പറഞ്ഞു, അതുകൊണ്ട് നിനക്കിപ്പോൾ പാവം കിട്ടി, ഇനി നീ കുളിക്കണമെന്ന് പറയും. അപ്പോൾ രാധ പറഞ്ഞു, അതിനെന്താ, വേണമെങ്കിൽ ഞാൻ കുളിക്കാം, ഞാനൊരു കുളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പയ്യെ വള ഊരി ഇങ്ങനെ കുഴിച്ചിട്ട് ഒരു ചെറിയ കുളം ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണനെ എല്ലാ തീർത്ഥത്തിനും വിളിച്ചാൽ വരും, ഇപ്പോൾ രാധ വിളിച്ച വരണ്ടേ? അപ്പോൾ രാധ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, മാനസ തീർത്ഥത്തിൽ, ഇപ്പോൾ മാനസഗംഗ ഉണ്ട് അവിടെ, ആ മാനസഗംഗയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടൊന്ന് നിറയ്ക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗോപികളും അങ്ങ് നിരന്ന് നിന്നു. അപ്പോൾ കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചു, ഇവർ ഇതിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കാൻ ഒരു പാടുപെടും, നീ ഒരു കാര്യം ചെയ്യും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ കുളത്തിൽ തന്നെ കുളിച്ചോന്നു. അപ്പോൾ രാധ പറഞ്ഞു, അതൊന്നും നടക്കില്ല, കാരണം നീ കുളിച്ച് കംപ്ലീറ്റ് പാവതിൽ കലക്കി വെച്ചിരിക്കുകയാണ് ഈ ശ്യാമകുണ്ടത്തിൽ, ഇനി ഞാൻ കുളിച്ചാൽ ഈ അഴുക്കെല്ലാം എൻ്റെ മേലെ വരും, അതുകൊണ്ട് ഇത് വേണ്ട, ആ പരിപാടിയാണ്, ഞാൻ പുതിയത് തന്നെ ഉണ്ടായി കുളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പോയിട്ട് എല്ലാ ദേവന്മാരുടെ അടുത്ത് പറയും, നിങ്ങളൊക്കെ പോകുമെന്ന് പറയും. അങ്ങനെ അവരെല്ലാം വരിക്ക് രാധാറാണിയെ പ്രണമിച്ചുകൊണ്ട് ഈ വെള്ളത്തിനകത്ത് ഫുള്ള് ഫില്ലാവും. അങ്ങനെ അവരെല്ലാം കൂടെ ഏതിൽ കുളിക്കും? ഇതിൽ സ്നാനം ചെയ്യും എന്ന് പറയാണ്. ഓരോ ദിവസവും ഓരോ പാസ്റ്ററും. അതുപോലെ ഈ വൃന്ദാവനത്തിനകത്ത് കൃഷ്ണനും ലളിത എന്ന് പറയുന്ന ഒരു ഗോപി, ഈ രണ്ട് ഗോപിയുണ്ട്. ഈ ലളിത ഗോപി കൃഷ്ണൻ ഇതുപോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരൊന്നും രാധാറാണിയെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഓക്കെ. അപ്പോൾ വൃന്ദാവനത്തിൽ ഈ ഊഞ്ഞാൽ ഉത്സവം നടക്കുമ്പോൾ അതിനെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതാ ദേവിയാണ് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്താണ്? ഊഞ്ഞാൽ ഉത്സവം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ലളിതാ ദേവിയാണ്. അപ്പോൾ ലളിതാ ദേവി പറയാണ്, അവിടെ പോയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ആ സമയത്ത് നാരദമുനി വന്നിട്ട് പറയും, കൃഷ്ണ, എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പോൾ നാരദമുനി പറയും, എന്താണ് ആഗ്രഹം എന്ന് പറയും. അത് സാധിച്ചു തരുമോ? എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു, ഞാൻ വാക്ക് തന്നാൽ ഞാൻ അത് ചെയ്യും, ഡൗട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എനിക്കൊരാഗ്രഹം, നീ ലളിതാ ദേവിയുടെ കൂടെ ഡാൻസ് ചെയ്യണം. രാധാറാണി എന്തായാലും ഇത്ര സമയമായിട്ട് വന്നില്ല, ലേറ്റ് ഓൾറെഡി, അതുകൊണ്ട് നീ ലളിതയുടെ കൂടെ ഊഞ്ഞാലോത്സവം നടത്തുന്നത് എനിക്ക് കാണണം. അപ്പോൾ നാരദമുനി പറഞ്ഞു, അയ്യോ അത് വേണ്ട, ശരിയാവില്ല, രാധ കണ്ട അപകടമാണ് എന്ന് പറയും. ഉടനെ രാധ കണ്ട അത് പ്രശ്നമാവും, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ലളിതയുടെ അടുത്ത് ചെന്ന് നാരദമുനി ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ഊഞ്ഞാല ഉത്സവം നടക്കുന്നത് എനിക്ക് കാണാൻ ആഗ്രഹമാണ്. അപ്പോൾ നാരദമുനി അടുത്ത്, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല, ഞാൻ രാധയ്ക്ക് വേണ്ടിയാണ് എല്ലാം ഒരുക്കുന്നത്, അല്ലാതെ എനിക്ക് കൃഷ്ണൻ്റെ കൂടെ ഊഞ്ഞാലാടാനല്ല ഞാനിത് ഒരുക്കുന്നത്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നാരദമുനി, അപ്പോൾ ഇതിൻ്റെ മുമ്പ് നാരദമുനിയെ ഫസ്റ്റ് ടൈം രാധാറാണിയെ കണ്ട ഉടനെ കൃഷ്ണൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും രാധയ്ക്ക്, ഈ നാരദമുനിയെ സൂക്ഷിക്കണം, അദ്ദേഹം വന്ന് സംസാരിക്കുന്നത് നോക്കി, സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലായിടത്തും അടിയുണ്ടാക്കുന്ന മനുഷ്യനാണ്, അതുകൊണ്ട് സൂക്ഷിച്ചോളണം എന്ന് ആര് പറഞ്ഞിരിക്കുകയാണ്? രാധ. പക്ഷെ രാധ വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ എന്തായി? അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലളിത വന്ന് ഊഞ്ഞാലാടാൻ വരുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്താഗ്രഹം നടത്തി തരാമെന്ന് പറഞ്ഞു നാരദമുനിയുടെ അടുത്ത്. അതുകൊണ്ട് ലളിതയുടെ കൈ പിടിച്ചിരുത്തി നേരെ ഊഞ്ഞാലിൽ പിടിച്ചിരുത്തിയിട്ട് രണ്ടുപേരും ഊഞ്ഞാലാടും. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ ഊഞ്ഞാൽ ആടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നാരദമുനി ഡിസപ്പിയർ ആകും, കാണാനില്ല. അപ്പം തന്നെ കൃഷ്ണൻ മനസ്സിലാക്കി എന്തോ പണി ഒപ്പിക്കാൻ സ്ഥലം വിട്ടു ആള്. നേരെ രാധയുടെ അടുത്ത് പോയി പറഞ്ഞു, അവിടെ കൃഷ്ണനും ലളിതയും കൂടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ലളിതയുടെ അടുത്ത് അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞതും രാധാറാണി അവിടെ നിന്ന് പാഞ്ഞു വരും, ഓടി വന്ന് ദൂരെ ഇരുന്ന് നോക്കിയപ്പോൾ ശരിക്കും ഒരു ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോൾ രാധ കണ്ടിട്ട് നേരെ പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കൃഷ്ണൻ വിചാരിക്കും, ഇത്രയും നേരമായിട്ട് രാധയെ കാണാനല്ലോ, അവർ ഊഞ്ഞാലാടി ഇറങ്ങി രാധയെ കാണാനല്ലോ. അപ്പോൾ കൃഷ്ണൻ അന്വേഷിച്ച് പോകുമ്പോൾ രാധ കരയും, വേണ്ട നീ എൻ്റെ അടുത്ത് വരണ്ട, എൻ്റെ അടുത്ത് സംസാരിക്കണ്ട, നിനക്ക് പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി, നിനക്ക് വേണ്ട, ഇനി എൻ്റെ കൂടെ സംസാരിക്കണം. അപ്പോൾ കൃഷ്ണൻ പറയും, ഇത് നാരദമുനിയുടെ കാര്യം ഞാൻ പണ്ട് പറഞ്ഞതല്ലേ, എല്ലായിടത്തും അടിയുണ്ടാക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ചെയ്ത പണിയാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. ആണ്, ശരിക്കും ലളിത വരില്ല എന്ന് പറഞ്ഞു, ഞാൻ നാരദമുനിക്ക് വാക്ക് കൊടുത്തുകൊണ്ടത് മാത്രമാണ് പിടിച്ചിരുത്തിയത് എന്ന് പറയും. അങ്ങനെ ചിരിക്കും അവർ. അപ്പോൾ ഇങ്ങനെ ലീലകൾ. ഇങ്ങനെ ഒരു ദിവസം വൃന്ദാവനത്തിൽ ഈ ഗോപന്മാരൊക്കെ ഉണ്ട്, ഗോപികളും എല്ലാം ഭയങ്കര രസമായിട്ടുള്ള ലീലയാണ്.
അപ്പോൾ ഒരു ബ്രാഹ്മണൻ വന്നിട്ട്, ഭയങ്കര പാവപ്പെട്ട ബ്രാഹ്മണനാണ്, അയാൾ വന്നിട്ട് എന്തെങ്കിലും ദാനം കിട്ടുമോ എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ, കാരണം കൃഷ്ണൻ നന്ദബാബയുടെ മകനാണല്ലോ, എന്തും കിട്ടും. ഉടനെ കൃഷ്ണൻ ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് പറയും, എൻ്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ കൃഷ്ണ, നീ നന്ദബാബയുടെ മകനല്ലേ, രാജാവിൻ്റെ മകനല്ലേ, നിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ. അത് എൻ്റെതല്ല, അത് എൻ്റെ അച്ഛൻ്റെതാണ്. ശരി, ഒരു പശുവിനെങ്കിലും എന്താ, അതും എൻ്റെതല്ല, എൻ്റെ അച്ഛൻ്റെയാണ്. കുറച്ച് പൈസ അതും എൻ്റെ അച്ഛൻ്റെതാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല തരാമെന്ന് പറയും. അപ്പോൾ ഈ ബ്രാഹ്മണൻ അങ്ങനെ വിഷമിച്ചിരിക്കും. എൻ്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്, അത് വേണമെങ്കിൽ തരാം. ശരി, എന്തെങ്കിലും തന്നാൽ മതി. രാധാറാണിയെ പിടിച്ച് ഇതാ വെച്ചോ എന്ന് പറയും. ദാനമായിട്ട് ചുമ്മാ നിന്ന്. രാധാറാണി ഭയങ്കര ദേഷ്യം, നീ എങ്ങനെ എന്നെ കൊടുക്കും, ഞാനിനി ബ്രാഹ്മണൻ്റെ അടുത്ത് പോകണ്ടേ. അപ്പം ബ്രാഹ്മണൻ എന്തിനാ ദാനം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി അദ്ദേഹത്തിനുണ്ട്, അതിനെ കെട്ടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ആരെടുത്ത് വന്ന് ചോദിച്ചത്, കൃഷ്ണൻ്റെ അടുത്ത്. ഇപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു, ഇനിയൊരു പെൺകുട്ടിയെ കൊടുത്തു. അപ്പോൾ ബ്രാഹ്മണൻ പറയും, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് നിൻ്റെ അടുത്ത് ഗിഫ്റ്റ് ചോദിച്ചപ്പോൾ നീ ഇപ്പം എന്താ ചെയ്തത്, എനിക്ക് ഇനിയൊരു പെൺകുട്ടി, ഇനി എങ്ങനെ കൃഷ്ണ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രാധ പറയും, നിനക്ക് എങ്ങനെയാണ് എന്നെ കൊടുക്കാൻ അധികാരമുള്ളത് എന്ന് കൃഷ്ണൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റേതായിട്ടുള്ളത് നീ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല അതിനടുത്ത്. അങ്ങനെ ആ രാധ പറയും, ശരി, അതിന് ഞാനൊരു ഐഡിയ പറയാം, ഇതിന് എൻ്റെ വെയിറ്റിന് തുല്യമായിട്ടുള്ള സ്വർണ്ണമെല്ലാം കൊടുക്കാം. അങ്ങനെ എല്ലാ ഗോപികളും അവരുടെ കയ്യിൽ കാലിൽ കിടക്കുന്ന ആഭരണങ്ങൾ, വീട്ടിലുള്ളത് എല്ലാവരും പിറക്കിക്കൊണ്ടുവന്ന് ആ വെയിറ്റ്, രാധയുടെ തുല്യമായിട്ട് വെയിറ്റിന് വെച്ചുകൊണ്ട് ആർക്ക് കൊടുക്കും, ഇങ്ങനെ ഇവർക്ക് കൊടുക്കും. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ലീല വൃന്ദാവനത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാധാറാണി ഭയങ്കര ദേഷ്യത്തിലിരിക്കും. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിലിരിക്കുമ്പോൾ, എന്തിനാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ രാധയെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക, തമാശ പറഞ്ഞ് കരയിപ്പിക്കും. അങ്ങനെ രാധ വന്നിട്ട് ചോദിക്കും, ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, കൃഷ്ണ കാണാൻ എങ്ങനെയുണ്ട് എന്ന് പറയും. നീ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, ചന്ദ്രനെ പോലെ ഇരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഉടനെ രാധയ്ക്ക് ഭയങ്കര ദേഷ്യം, ചന്ദ്രനെ പോലെ ഇരിക്കുന്നു, മനഃപൂർവ്വം പറഞ്ഞു, എന്നെ കളിയാക്കിയെന്ന്. കാരണം ചന്ദ്രൻ്റെ മുഖത്ത് എങ്ങനെ ഉണ്ടാവും, വടുവും പാടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മുഖത്ത് പാടാണോ ഉള്ളത്? ചന്ദ്രനുമായിട്ട് കമ്പയർ ചെയ്ത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, രാധയ്ക്ക്. അതുകൊണ്ട് ദേഷ്യത്തിൽ ഇനി എൻ്റെ കൂടെ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് രാധ ഇറങ്ങിപ്പോകണം. അപ്പോൾ കൃഷ്ണൻ ഇനി സോപ്പിടണം. കൃഷ്ണൻ ഫ്രണ്ടിൽ പോയിട്ട് ഡാൻസ് ചെയ്തു. അപ്പോൾ അത് ഡാൻസ് ചെയ്ത് കോമാളിത്തനൊക്കെ കാണിച്ചു. രാധ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യിച്ചു, ശരി. എന്നിട്ട് രാധ മൈൻഡ് ചെയ്യാത്തത് മാത്രമല്ല, അവിടെ ഒരു മയിൽ ആടിക്കൊണ്ടിരിക്കും. നിന്നേക്കാൾ ആ മയിൽ നന്നായിട്ട് ആടുന്നതെന്ന് പറയും. രാധ തിരിച്ചു പറയും, നീ ആടുന്നതിനേക്കാളും മയിൽ സുന്ദരമാണ്. അപ്പോൾ കൃഷ്ണൻ, ആഹാ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ ഈ മയിലിനെ തോൽപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് മയിലിനെ പോലെ കൃഷ്ണൻ മാറിയിട്ട് ഡാൻസ് ചെയ്യും. അപ്പോൾ രാധ എങ്ങനെ നോക്കും, മയിലിനേക്കാളും നന്നായിട്ട് ഡാൻസ് ചെയ്യും ആരേ, കൃഷ്ണൻ. അത് കണ്ടിട്ട് രാധയ്ക്ക് ഭയങ്കര സന്തോഷമാവും. ഉടനെ രാധയുടെ ദേഷ്യമൊക്കെ മാറും. എന്നിട്ട് മയിൽ തന്നെ പറയും, എന്നേക്കാളും നീ നന്നായിട്ട് ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പീലി കൊടുത്തിട്ട് പോകും കൃഷ്ണൻ. ആ പീലിയാണ് കൃഷ്ണൻ തലയിൽ കൊണ്ട് നടക്കുന്നത് എപ്പോഴും. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൃഷ്ണൻ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ കൊടുത്താൽ കൃഷ്ണൻ തലയിൽ കൊണ്ട് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇതേപോലെ വൃന്ദാവനത്തിൽ ആ ഗോവർദ്ധൻ പർവ്വതത്തിൽ രാധയെ പെട്ടെന്ന് വീട്ടിൽ കാണാനില്ലാത്തപ്പോൾ ഈ കീർത്തിദാസുന്ദരി അന്വേഷിച്ച് പോകും, എവിടെ പോയി രാധ, എവിടെ പോയി നമുക്ക് രാധ കാണാനില്ല. രാധ ഇങ്ങനെ അന്വേഷിച്ച് ഫൈനലി നോക്കിയാൽ ഈ ഗുഹയ്ക്കകത്തിരിക്കുകയാണ്. ആ ഗുഹയ്ക്കകത്ത് രാധ ഇരിക്കുന്നു, രാധയുടെ മടിയിൽ കൃഷ്ണൻ കിടക്കുന്നു. രാധ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആര് വന്നു, അവിടെ അമ്മ അന്വേഷിച്ച് വന്ന് ടക്കനകത്ത് വന്നത് കൃഷ്ണൻ കണ്ടു. കാരണം കൃഷ്ണൻ ഇങ്ങനെ നേരെ നോക്കിയിരിക്കുകയാണ്. അമ്മ വരുന്നത് കണ്ടത് കൃഷ്ണൻ എന്ത് ചെയ്യണമെന്നറിയില്ല, ടക്കനൊരു മയിലായിട്ട് മാറിയപ്പോൾ രാധ ഇങ്ങനെ മയിലിനെ തലോടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അവിടെ മോർക്കുടിയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ ഇങ്ങനത്തെ ലീലകളൊക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ കൃഷ്ണൻ ഇമ്മീഡിയറ്റായിട്ട് എന്താ പറയുക, ആ രൂപം ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ഓരോ ദിവസവും വൃന്ദാവനത്തിൽ പലതരത്തിലെ ലീലകളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡെയിലി നിത്യം എന്താ പറയുക, സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ശ്രീമതി രാധാറാണി. അപ്പോൾ രാധാവും കൃഷ്ണനും ഒന്ന് തന്നെയാണ്, അവർ തമ്മിൽ വ്യത്യസ്തമായിട്ട് ഒന്നുമേ ഇല്ല. ആ രാധാറാണിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, സിൻസിയറായിട്ട് കൃഷ്ണഭക്തി കിട്ടണം, കൃഷ്ണപ്രേമം കിട്ടണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കൃഷ്ണനെ ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ്. എന്നാൽ രാധാ എന്ന് വിളിക്കാനോ പറയാനോ പോലും നമുക്ക് യോഗ്യതയില്ല. അത്രയും യോഗ്യതയില്ലാത്ത വ്യക്തികളാണ് നമ്മൾ.
പ്രഭുപാദ് ശ്രീമദ് ഭാഗവതത്തിൽ രാധയെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടേ ഇല്ല, ഒന്നുമേ എഴുതിയിട്ടില്ല, വളരെ ചുരുക്കം മാത്രം പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് എഴുതാത്തത്? വ്യാസദേവനെ എഴുതി വെച്ചില്ല. ഭാഗവതത്തിൽ വ്യാസദേവന് രാധ എന്ന് പറയുന്നില്ല, ഒരു സ്ഥലത്ത് ആരാധിക എന്ന് പറയും, രാധിക എന്ന് പറയും, ആരാധിക്കപ്പെടേണ്ടവളാണ്. അപ്പോൾ അത്രയും ഗ്രേറ്റായ വ്യക്തിയാണ് ശ്രീമതി രാധാറാണി. ആ രാധാറാണിയാണ് കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. അതേ രാധാറാണി തന്നെയാണ് നാമരൂപത്തിൽ നമുക്കെല്ലാം എല്ലാവർക്കും ജപിക്കാനായിട്ട് നമുക്കെല്ലാം നാമരൂപത്തിൽ രാധാറാണി അവതരിച്ചു. ആ രാധയുടെ നാമം, ആ കൃഷ്ണനാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ദിവസവും ജപിച്ചാൽ തീർച്ചയായും കൃഷ്ണൻ്റെ അടുത്ത് നമുക്ക് എത്താം. എത്ര പേര് ഇവിടെ ജപിക്കാത്തവർ എത്ര പേരുണ്ട്? ഹരിനാമം ജപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ മന്ത്രം ഞാൻ ജപിക്കുന്നില്ല, വേറെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, എല്ലാവരും ജപിക്കുന്നുണ്ട്. അഥവാ ആരെങ്കിലും അത് ഡെയിലി ചെയ്യാം. ഡെയിലി ഒരുപാട് സമയം വേണ്ട, നമുക്ക് മണിക്കൂർ കണക്കൊന്നും വേണ്ട, 10 മിനിറ്റ് മതി. ഒരു പ്രാവശ്യം 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ എത്ര സമയം മതി? വെറും 7 മിനിറ്റ് 8 മിനിറ്റ് മതിയാവും. ആ സമയം കൊണ്ട് നമുക്ക് ജപിക്കാം. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഇതി ഷോഡശഗണാംനാം കലികൽമശനാശനം നത്തക പരതരുപാസതേ സർവവേദേഷു ദൃശ്യത്തെ. അപ്പോൾ നാരദമുനി ചോദിക്കും, കലിയുഗത്തിൽ ആൾക്കാർ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ, അവർക്ക് എന്താണ് ഒരു മാർഗം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇതി ഷോഡശഗണാംനാം, ഈ 16 വാക്കുള്ള നാമം കലികൽമശനാശനം, കലിയുഗത്തിലെ എല്ലാ കൽമശങ്ങളും ഇല്ലാതെയാക്കുന്നു. നത്തഹ പരതരുപാസതേ സർവവേദേഷു ദൃശ്യതേ, സകല വേദങ്ങളും ദൃശ്യതയെ നോക്കിയിട്ട് ഞാൻ ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് തന്ന ഒരു മന്ത്രമാണ്. ആ മന്ത്രം ജപിച്ചാൽ തന്നെ കലിയുഗത്തിൽ ഫുള്ളി സക്സസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ശാസ്ത്രത്തിൽ ഒരേ മന്ത്രത്തിന് 3 പ്രാവശ്യം പറഞ്ഞാൽ ഹരേർ നാമ നാമൈവ കേവലം കലവു നാസ്തേവ ഗതിരണ്യത. അതായത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ, ശാസ്ത്രത്തിൽ സംസ്കൃതത്തിൽ ഒരു വാക്ക് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ അതിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്നറിയാം. അപ്പോൾ ഹരിനാമം എങ്ങനെ പറഞ്ഞു? ഹരേർ നാമ നാമൈവ കേവലം. കേവലം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേവലം ഈ നാമമെങ്കിലും നിങ്ങൾ ജപിക്കൂ എന്ന് പറയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻറ്റ്. ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകം പറഞ്ഞാൽ അവസാനം പറയുന്നുണ്ട്, നാമസങ്കീർത്തനം യസ്യ സർവ്വപാപപ്രണാശനം, എല്ലാ പാവങ്ങളും ഇല്ലാതായി പോകുന്നു. അപ്പോൾ ആ നാമം മാത്രം നമ്മൾ സറണ്ടർ ചെയ്ത് ഡെയിലി ചെയ്താൽ മതി. അതിനപ്പുറം ഒരു തപസ്സില്ല. ഇപ്പോൾ ഇവിടെ ഒരു നാമസങ്കീർത്തനം നടന്നാൽ ഈ വീട്ടിലൊരു യജ്ഞം നടന്നു എന്നാണ് അർത്ഥം. പണ്ടൊക്കെ ബ്രാഹ്മണനെ വിളിച്ച് നമുക്ക് യജ്ഞമൊക്കെ ചെയ്യും. ഈ കലിയുഗത്തിൽ അതൊന്നും പെർഫെക്റ്റ് ഇല്ല. വാങ്ങിക്കുന്ന ദ്രവ്യങ്ങളും നന്നായിട്ടുണ്ടാവില്ല, പറയുന്ന മന്ത്രം ശരിക്കും അറിയില്ല, ആൾക്കാർക്ക് പരിശുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ആ യജ്ഞം കംപ്ലീറ്റ് ആവില്ല. പക്ഷേ ഹരിനാമത്തിൽ ഒരു മിസ്റ്റേക്കും വരാനില്ല. അത് എല്ലാവരും ഒന്നിച്ച് ജപിച്ചാൽ അവിടെ വലിയൊരു സങ്കീർത്തനം നടക്കുന്നു, ഒരു യജ്ഞം നടക്കുന്നു, ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമെന്നാണ് അർത്ഥം. അതുകൊണ്ട് എല്ലാവരും ദയവായി മിനിമം ഒരു മാല എങ്കിലും ജപിക്കുക. താങ്ക് യു. ഹരേ കൃഷ്ണ. जय श्री प्रभुपाद की जय, जय श्री गुरुदेव की जय, राधा रानी की जय, राधा रानी आविर्भाव महामहोत्सव की गौर प्रेमानंद. राधिके नमोस्तुते, 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 श्री राधिके नमोस्तुते, राधिके नमोस्तुते, राधिके नमोस्तुते, राधिके नमोस्तुते. जय राधे जय राधे, राधे राधे जयो राधे, जयो राधे, जयो राधे, राधे जयो राधे, राधे जयो राधे. मुनीन्द्र वृंद वंदिते त्रिलोक शोकहारिणि
प्रसन्नवक्त्रपङ्कजे निकुञ्जभूविलासिनि व्रजेन्द्रनन्दवासिनि व्रजेन्द्रसूनुसङ्गदे कृपाकटाक्ष कडाकरिष्यसिंह मां कृपाकटाक्षभाजनं ते जय राधे राधे जय राधे जय राधे जय राधे जय राधे जय राधे अशोकवृक्षवल्लरी विधानमण्डपस्थिते प्रवाळवाळपल्लवप्रभारुणाग्रिकोमले पराभयसुरत्करे प्रबोधसम्पदालये कथा करिष्यसिंह मां कृपाकटाक्षभाजनं राधे राधे जय राधे अनङ्गरङ्गमङ्गलप्रसङ्गभङ्गुरभ्रुवं सविभ्रमं ससम्भ्रमं त्रिगन्धबाणवादने निरन्तरं वशीकृतप्रदीदिनन्दनन्दने कदा करिष्यसिंह मां कृपाकटाक्षभाजनं राधे जय राधे राधे जय राधे तडिस्सुवर्णचम्बकप्रदीप्तगौरविग्रहे मुखप्रभापरास्तकोटिशारदेन्दुमण्डले विचित्रचित्रसञ्चरच्चकोरसावलोचने कदा करिष्यसिंह मां कृपाकटाक्षभाजनं राधे राधे अशेष हावभावधीरहीरहारभूषिते प्रबोधशादकुम्भकुम्भ कुम्भिकुम्भसुस्तनि प्रशस्तमन्दहास्यचूर्ण पूर्णसौख्यसागरे कदा करिष्यसिंह मां कृपाकटाक्षभाजनं राधे जय राधे जय राधे जय राधे मृणालवाळवल्लरी तरङ्गरङ्गदोर्लदे लताग्रलास्यलोलनीललोचनावलोकने ललल्लु नन्मिनन्मनोज्ञमुग्धमोहनाश्रिते कदा करिष्यसिंह मां कृपाकटाक्षभाजनं राधे जय राधे राधे जय राधे निदम्बबिम्बलम्बमान पुष्पमेघलगुणे प्रशस्तरत्नकिङ्गिणी कलापमध्यमञ्जुळे करीन्द्रशुण्डदण्डिगावराह सौभगोरुगे कदा करिष्यसिंह मां कृपाकटाक्षभाजनं राधे जय राधे राधे जय राधे अनेकमन्त्रमञ्जुनूपुरारवत्कसत्कल समाजराजहंसवंशनिक्वणादिगौरवे विलोलहेमवल्लरी विडम्बचारुचङ्क्रमे कदा करिष्यसिंह मां कृपाकटाक्षभाजनं राधे राधे जय राधे महेश्वरी क्रियेश्वरी स्वदेश्वरी सुरेश्वरी त्रिवेदभारतीश्वरी प्रमाणशासनेश्वरी रमेश्वरी क्षमेश्वरी प्रमोदकाननेश्वरी व्रजेश्वरी व्रजादिवे श्रीराधिके नमोऽस्तुते महेश्वरी क्रियेश्वरी स्वदेश्वरी सुरेश्वरी त्रिवेदभारतीश्वरी प्रमाणशासनेश्वरी रमेश्वरी क्षमेश्वरी प्रमोदकाननेश्वरी व्रजेश्वरी व्रजादिवे श्रीराधिके नमोऽस्तुते राधे जय राधे राधे जय राधे विधिममल्बुदं स्त
तत्सत्त्वं निशम्य भानुनन्दिनी करोतु सन्दतं जनं कृपाकटाक्षभाजनं भवेत् तदैव सञ्जिदत्रिरूपकर्मनाशनं भवेत् तदा व्रजेन्द्रसूनुमण्डलप्रवेशनं राधे जयो राधे राधे जयो राधे राधे जयो 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 राधे हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे आशा मेरा ब्रो आयो हरे हरे कृष्ण 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 हरे 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 राम राम हरे हरे निताय गौरंगा 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 बोलो गौर हरि निताय गौरंगा बोलो गौर हरि निताय गौरंगा निताय गौरंगा निताय गौरंगा निताय गौरंगा निताय गौरंगा निताय गौरंगा बोलो गौर हरि जय सच्चिदानंद गौर हरि जय सच्चिदानंद गौर हरि पतित पावन गौर हरि पतित पावन गौर हरि तानि 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 निताय गौर हरि बोल 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 हरि बोल
ദിവസത്തിലേക്ക് ഈ സത്സംഗം അറേഞ്ച് ചെയ്ത പരമേശ്വരൻ പ്രഭുവും മാതാജിയും മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്തും രാധാറാണിയുടെ അടുത്തും പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ, ഡിവോഷൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം നമുക്ക് ഹരിനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ വന്നിട്ടുള്ള മറ്റെല്ലാ ഭക്തർക്കും വേണ്ടിയിട്ട് ഒരു 3 പ്രാവശ്യം നാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 നല്ല രസകരമായ ഒരു പ്രഭാഷണം ഒരു സാക്ഷാൽ രാധാദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലീലകളെ കുറിച്ചൊക്കെ ഇവിടെ വളരെ നല്ലോണം നല്ല രീതിയിൽ തമാശ രൂപത്തിലെല്ലാം അദ്ദേഹം വർണ്ണിപ്പിച്ച് നമ്മളെല്ലാം നല്ലൊരു രസം പുകഴ്ത്തുകയും കഴിഞ്ഞ 26-ാം തീയതി അഷ്ടമരോഹിണി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ടാണ് രാധാഷ്ടമി. ഈ 2 പരിപാടികൾ അഷ്ടമിരോഹിണി രാധാഷ്ടമി ഞങ്ങളുടെ വസതിയിൽ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. വന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും കൂടി വന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അത് വിജയമാവുക. ഇത് വളരെയധികം വലിയ വിജയമായി. കഴിഞ്ഞ പ്രാവശ്യം പകുതി ആളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ പ്രാവശ്യം വളരെയധികം ഭക്തർ പങ്കെടുത്തു. ഇനിയും വരും കാലങ്ങളിൽ കൂടുതൽ ഭക്തർ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അഷ്ടമിരോഹിണി ദിവസം ഞങ്ങൾ രാത്രി 12 മണിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും. ഇന്നിപ്പോൾ രാധാദേവിയുടെ പിറന്നാളാണ്. ഇന്നും രാധാദേവിക്ക് വേണ്ടി നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിക്കുന്നത് എൻ്റെ മകളാണ് പാർവതി. പാർവതിക്ക് വിവാഹം ആലോചിച്ച് ആ വരൻ ഇവിടെയുണ്ട്, മിസ്റ്റർ ധനുഷ് ഇവിടെയുണ്ട്. സാക്ഷാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കുന്നത് പൂജാബലി എന്ന് വിളിക്കുക. അവർ 3 പേരും കൂടിയിട്ടാണ് ഈ കേക്ക് ഒന്ന് മുറിക്കാൻ പോകുന്നത്. നമ്മുടെ വൈകുണ്ഠേശ്വരദാസൻ കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആ കേക്ക് മുറിയിൽ സെലിബ്രേഷനിൽ എല്ലാവരും പങ്കെടുക്കുക. അതിങ്ങൾ പിടിച്ചാൽ മതി. വൈകുണ്ഠേശ്വരം പോകും. ഓക്കെ, ഹരേ കൃഷ്ണ. പോകും പിടിക്കും.
അത് കഴിഞ്ഞാൽ ഒരു ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ആ പ്രസാദം എല്ലാവരും കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ. അത് ഈ പ്രസാദം ഇന്നത്തെ ദിവസം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സത്സംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്മിയാണ്, സുരേഷ് അമ്പിസ്വാമി.